കട്ടപ്പന വെട്ടിക്കുഴ കവലയിൽ 2 വീടുകളിൽ നിന്ന് മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ മോഷണം പോയി. വീടിന് പുറത്തു സൂക്ഷിച്ചിരുന്ന ഗ്രാമ്പുവും കുരുമുളകുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ രാത്രിയിലാണ് മറ്റത്തിൽ ജോസിന്റെ വീടിന്റെ ടെറസിൽ നിന്നും 6 കിലോഗ്രാമോളം ഉണങ്ങിയ ഗ്രാമ്പുവും വാലുമ്മൽ തങ്കച്ചന്റെ വീട്ടിൽ നിന്നും 36 കിലോഗ്രാം പച്ച കുരുമുളകും മോഷണം പോയത്. രാത്രി 12:30 മോഷ്ടാവ് ഈ ഭാഗത്തേക്ക് വരുന്നതും 1:04 മോഷണ മുതലുമായി പോകുന്നതുമാണ് സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. വാലുമേൽ തങ്കച്ചന്റെ വീട്ടിൽ മോഷ്ടാവ് എത്തിയപ്പോൾ പട്ടി കുരച്ചതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും മുളകുമായി ഇയാൾ കടന്നു കളയുകയായിരുന്നു. മറ്റത്തിൽ ജോസിന്റെ പരാതിയെ തുടർന്ന് കട്ടപ്പന പ്രിൻസിപ്പൽ SI ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടന്നു. ഇന്ന് രാവിലെ മഴ പെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഗ്രാമ്പു വാരി വെക്കാനായിട്ട് വാർക്കട മണ്ടൽ കയറുകയും അപ്പോൾ ഇവിടെ ഗ്രാമ്പു നഷ്ടപ്പെട്ടതായിട്ട് അറിയുകയും ചെയ്തു. പിന്നെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് വീഴും അറിയിക്കുകയും ഈ പറഞ്ഞ അതനുസരിച്ച് കട്ടപ്പന SI ശ്യാംകുമാർ സാറ് എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ വിപുലമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ താഴെയെല്ലാം മോഷണം നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. സാമാന്യം നല്ല ഉയരമുള്ള മോഷ്ടാവ് ബർമുടയും ഓവർകോട്ടുമാണ് ധരിച്ചിരുന്ന. മുഖം മൂടി കെട്ടി ചെരുപ്പിടാത്ത നിലയിലാണ് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങളാണ് പ്രദേശത്ത് നടന്നിരിക്കുന്നത്. ടെറസിന്റെ മുകളിൽ ഉണങ്ങാനിടുന്ന മലഞ്ചരക്ക് സാധനങ്ങൾ കൃത്യമായി വൈകുന്നേരം വീടിനുള്ളിൽ സൂക്ഷിക്കാൻ കർഷകർ തയ്യാറാകണമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.